സമുദ്രത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന അമിത താപനില കാരണം സ്രാവുകളുടെ വിദൂര യാത്രകൾ മുടങ്ങുന്നെന്ന് പുതിയ പഠനം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US തീരത്തോടടുത്ത മേഖലകളിലെ സ്രാവുകളിൽ അമേരിക്കൻ സർവകലാശാലയായ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയാണ് പഠനം നടത്തിയത്. 6 സ്രാവ് വംശങ്ങളെയാണ് പഠനത്തിന് വിധേയമാക്കിയത്. ഇവയിൽ പലതും ജലത്തിലെ താപനില കൂടുന്നതിനാൽ വടക്ക് നിന്ന് തെക്കോട്ടുള്ള യാത്ര ഒഴിവാക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ബ്ലാക്ക് ടിപ്പ്, ഡസ്കി, സാൻഡ് ടൈഗർ, ത്രഷർ, വൈറ്റ് ഷാർക്ക് എന്നീ സ്രാവുകളെയാണ് ശാസ്ത്രജ്ഞർ പഠിച്ചത്. ഇടക്കാലത്ത് സ്രാവുകളെ സംബന്ധിച്ച കൗതുകകരമായ ഒരു പഠനവും പുറത്തു വന്നിരുന്നു. ഭൂമിയുടെ ഒരു വിദൂര ഭൂതകാലത്ത് സ്രാവുകൾ വലിയ വംശനാശത്തിന് ഇരയായെന്നും അന്നുണ്ടായിരുന്ന 90% സ്രാവുകളും അപ്രത്യക്ഷമായെന്നുമായിരുന്നു ആ പഠനം പറഞ്ഞത്. ഏകദേശം 2 കോടി വർഷം മുൻപ് സംഭവിച്ച ഈ വംശനാശത്തെക്കുറിച്ച് US-ലെ യെയിൽ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷക സംഘമാണ് പഠനം നടത്തിയത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ 70% സ്രാവുകൾ നശിച്ചെന്നാണ് കണക്ക്. ആഗോള താപനത്തിന്റെ ഭാഗമായി സമുദ്രജലത്തിന്റെ താപനില ഉയരുന്നതും ഇവയുടെ നിലനിൽപ്പിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മനുഷ്യർ മുൻകൈ എടുത്തില്ലെങ്കിൽ സമുദ്രത്തിലെ ഈ വേട്ടക്കാർ മറവിയിലേക്ക് പോയി മറയുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. അത് ഭൂമിക്കും സമുദ്രത്തിനും വലിയ ആഘാതമാകും സൃഷ്ടിക്കുക.